ഡോക്ടർ, അതുപോലെ തന്നെ ഈ പുകവലി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശ ക്യാൻസറിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് കുറച്ചുകൂടെ, കാരണം നമുക്കറിയാം ഇപ്പോൾ യുവാക്കളിലടക്കം പുകവലി ശീലം വളരെ കൂടുതലായി വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ അതിൻ്റെ ഒരു ദൂഷ്യഫലം കൂടെ പുകവലിയുടെ ക്യാൻസറിനെ ബാധിക്കും എന്നുള്ളതിൽ അല്ലാതെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ഇപ്പോൾ പറഞ്ഞതുപോലെ പണ്ട് ശ്വാസകോശ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് 70-കൾക്ക് ശേഷം ഉണ്ടാകുന്ന അത്രയും പ്രായം ചെന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും കൂടുതൽ പുരുഷന്മാരിൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരിലും സ്ത്രീകളിലും എല്ലാം ഈ ലങ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരികയാണ്. അതിൽ തീർച്ചയായും മെയിൻ കാരണം പുകവലി തന്നെയാണ്. പുകവലി നമ്മൾ ശ്വാസകോശ ക്യാൻസർ മാത്രമല്ല നമ്മുടെ ശരീരത്തെ പല വിധത്തിൽ ബാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുകയിൽ ഉള്ളത് ഏകദേശം ഒരു 7000 കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഈ പുകയിലുണ്ട്. അതിൽ ഏകദേശം 68-70ഓളം സബ്സ്റ്റൻസുകൾ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന വസ്തുക്കളാണ് ഈ പുകവലിയിലുള്ളത്. പിന്നെ പുകവലി നമ്മുടെ ക്യാൻസർ കൂടാണ്ട് നമ്മുടെ ഹാർട്ടിന് ഡാമേജ് വരുത്താം, നമ്മുടെ BP കൂട്ടാം, ഇൻഫെർട്ടിലിറ്റി വരാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കാം, അങ്ങനെ ശരീരത്തെ മൊത്തത്തിൽ അത് ബാധിക്കാം. പിന്നെ ക്യാൻസറുകൾ നോക്കുകയാണെങ്കിൽ ശ്വാസകോശ ക്യാൻസർ മാത്രമല്ല, ഇപ്പോൾ വായിലെയും തൊണ്ടയിലെയും ക്യാൻസർ, ഈസോഫാഗസ് അതായത് അന്നനാളത്തിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, പാൻക്രിയാസിലെ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ലിവർ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇങ്ങനെ ബ്ലാഡർ മൂത്രസഞ്ചിയിലെ ക്യാൻസർ, ഇങ്ങനെ ഒട്ടനവധി ക്യാൻസറുകൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കുന്നൊരു കാര്യമാണ് പുകവലി. അപ്പം തീർച്ചയായും പുകവലി ഇത്രയും ദൂഷ്യങ്ങൾ, അത് ക്യാൻസർ മാത്രമല്ല ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്നത്. പിന്നെ മറ്റ് അസുഖങ്ങൾ, ബ്രോങ്കൈറ്റിസ്, എംഫൈസീമ, അങ്ങനെ ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ. ഇപ്പോൾ നമ്മൾ ക്യാൻസർ അല്ലാണ്ട് തന്നെ പുകവലി കാരണം വരുന്ന ആൾക്കാർക്കുള്ള ശ്വാസം മുട്ടുകളൊക്കെ നമുക്കറിയാം. ഇങ്ങനെ പലവിധ അസുഖങ്ങൾ പുകവലി മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ ഏകദേശം 80% ക്യാൻസർ, ലങ് ക്യാൻസർ പുകവലി കൊണ്ട് മാത്രം വരുന്നതാണ്. സ്ത്രീകളിൽ അത് ഏകദേശം 65-68% പുകവലി മൂലമാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകളിൽ വരുന്ന ക്യാൻസറും പുരുഷന്മാരിൽ വരുന്ന ശ്വാസകോശ ക്യാൻസറും തമ്മിൽ വലിയൊരു അന്തരമുണ്ടായിരുന്നു. പുരുഷന്മാർ വളരെയധികം കൂടുതൽ. ഇപ്പോൾ ആ മാർജിൻ കുറഞ്ഞു വരികയാണ്. അതായത് സ്ത്രീകളിലും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന 3 ക്യാൻസറുകളിൽ ഒന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും ശ്വാസകോശ ക്യാൻസറാണ്.